ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് പായസം എങ്ങനെ തയ്യാറാക്കാം. അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സേമിയയും കൂടെ ഉണ്ട്. സേമിയ ഇടണമെങ്കിൽ ഇട്ടാൽ മതി. സേമിയയും ക്യാരറ്റും കൂടെ ആകുമ്പോഴാണ് കുടിക്കാൻ നല്ല രസം. ക്യാരറ്റ് ആദ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സേമിയ എടുക്കാം, അണ്ടിപ്പരിപ്പ് എടുക്കാം, കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് ഏലക്ക, നെയ്യ്, മിൽക്ക് മേഡ്, ചവ്വരി നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ട്. ചവ്വരി കാച്ചി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. കുറച്ച് പഞ്ചസാര, പശുവും പാല്, തേങ്ങാപ്പാൽ. അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറിയ ഒരു ഗോൾഡ് കളറാകുമ്പം ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചേക്കാം. ആ പാത്രത്തിനകത്തോട്ട് തന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അര വേവേ ആവാവും, ഒരുപാട് ഇട്ടങ്ങ് വേവിക്കരുത്. നമ്മൾ ക്യാരറ്റ് ആയാലും നമ്മൾ സേമിയ പായസം വയ്ക്കുമ്പോഴും നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് വേവിക്കരുത്. അര വേവായിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ സേമിയയും കൂടി ഇട്ട് വറുക്കാം. സേമിയ ഇട്ട് വറുത്തിട്ട് അത് നമുക്ക് മാറ്റേണ്ട. ഇതേ പാത്രത്തിൽ തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ച ക്യാരറ്റും ഇടാം. ആ ക്യാരറ്റ് ഇടുമ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു കളർ വരുന്നുണ്ട്. നല്ലൊരു മഞ്ഞ കളർ വരും. ആ ക്യാരറ്റിൻ്റെ കളറായത്. അത് തിളച്ച് തുടങ്ങി. വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. അത് നല്ലൊരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട. അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കാപ്പൊടി, വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു പരുവത്തിന് കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായം പറയണം.